കാലവർഷം എത്താറായതോടെ കാറും കോളും നിറഞ്ഞ മനസ്സുമായി തീരദേശ ജനത. കൊല്ലം ജില്ലയിലെ തീരമേഖല കടൽക്കയറ്റ ഭീഷണിയിലാണ്. ഓരോ മഴക്കാലത്തും പരവൂർ കൊല്ലം തീരദേശ റോഡ് കടലെടുക്കുന്നതും പതിവാണ്. സംരക്ഷണ ഭിത്തികളും പുലിമുട്ടുകളും തകർന്നു തുടങ്ങിയത് തീരദേശവാസികളുടെ നെഞ്ചിടിപ്പ് ഏറ്റുകയാണ്. 10 വർഷങ്ങളായി കൊല്ലം മുണ്ടക്കൽ ഭാഗത്ത് കടൽ കരകവരുന്നത് പതിവാണ്. ഇതുവരെ 30ഓളം വീടുകൾ കടൽ കവർന്നെടുത്തു. മുണ്ടക്കൽ മുതൽ കൊല്ലം ബീച്ച് വഴി പോകുന്ന ടാർ റോഡും കടൽ കവർന്ന് ഗർത്തങ്ങളായി മാറിയിരിക്കുന്നു. സമീപത്തെ വെടിക്കുന്ന് ഭാഗത്തെ വലിയൊരു ഭാഗം കടൽ വിഴുങ്ങി. ഈ ഭാഗത്ത് 100ലധികം വീടുകൾ കടൽ കൊണ്ടുപോയിട്ടുണ്ട്. കടൽ കയറ്റം മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതിരുന്നവർ പുതിയ സ്ഥലങ്ങൾ തേടിപ്പോയി. ഫിഷറീസിൽ നിന്ന് ലഭിച്ച സഹായവും കയ്യിലുണ്ടായിരുന്ന തുകയും ചേർത്ത് പലരും വീട് വെച്ചു. പലർക്കും വീട് ഇതുവരെ അനുവദിച്ചിട്ടില്ല. അവർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഇതോടെയാണ് ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലായത്. ദുരിതങ്ങൾ മാത്രം ബാക്കി വെച്ചാണ് ഓരോ മഴക്കാലവും കടന്നു പോകുന്നത്. നഷ്ടപ്പെടുന്ന വീടുകൾ, സ്ഥലം, റോഡ്, വൃക്ഷങ്ങൾ എന്നിവയുടെ എണ്ണം ഏറി വരുന്നു. എപ്പോഴാണ് ഈ ദുരിതത്തിന് അറുതി ഉണ്ടാവുക എന്നാണ് തീരദേശവാസികൾ ചോദിക്കുന്നത്. വീടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പൊ റോഡും പോയി, പൈപ്പും പോയി, എല്ലാം പോയി കിടക്കുക. അതുകൊണ്ടോ പൈപ്പെല്ലാം പൊട്ടി പോയി കിടക്കുക. ബീച്ച് വരെ പോയിട്ട് ആ വഴി ചിന്നക്കട ഇത് 3 വർഷം കഴിഞ്ഞു അവിടെ കയറിയത്. ഇവിടെ അങ്ങോട്ടൊക്കെ കുറേ വീടുകൾ പോയി, ഇനിയും കുറച്ച് വീടുണ്ട് ഇവിടെ. എൻ്റെ വീട് പാറയുടെ ആലയൻ്റെ അപ്പുറം പാറയുടെ സൈഡിൽ നിൽക്കുക. പാറ അവിടം വരെ സേവപാറ വീട് അവിടം വരെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇനി ഇങ്ങോട്ട് 4 മുട്ടം കൊണ്ട് ഇടുമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും മാറി കടൽ കയറുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേലും മാറി താമസിക്കാൻ പറയുമ്പോൾ അവരെല്ലാം മുന്നേ ഇതൊക്കെ നിർത്തിയതിന് ശേഷമാണ് ഇങ്ങോട്ട് കടൽ കയറുന്നത്. ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പൂർണ്ണമായിട്ട് ഇത് ഇട്ട് നിന്നാൽ ഇങ്ങോട്ട് കയറാനില്ല. മഴക്കാലം എത്തുമ്പോൾ കാറും കോളും നിറയുന്നത് ഇവരുടെ മനസ്സിലാണ്. പരവൂർ മുതൽ കൊല്ലം വരെയുള്ള തീരദേശത്ത് വീടുകൾ പലതും കടലേറ്റ ഭീഷണി നേരിടുന്നു. പലയിടത്തും പല ഘട്ടങ്ങളായി കടൽ 100 മീറ്ററോളം കരയിലേക്ക് കയറിയിട്ടുണ്ട്. ഓരോ കാലവർഷത്തിലും പരവൂർ കൊല്ലം തീരദേശ റോഡ് കടലെടുക്കുന്നത് പതിവാണ്. 5 വർഷം മുമ്പ് കടലെടുത്ത തീരദേശ റോഡ് ഇതുവരെയും പുതുക്കിപ്പണി പൂർത്തീകരിച്ചിട്ടില്ല. നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിലാണ്. ഒപ്പം സംരക്ഷണത്തിനായി പാകിയ കരിങ്കൽ ഭിത്തികളും പുലിമുട്ടുകളും തകർന്നു തുടങ്ങിയിരിക്കുന്നു. കാലവർഷമെത്താൻ 1-2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദുരിത ജീവിതത്തിന് എങ്ങനെ ഒരു ശമനമുണ്ടാകുമെന്നാണ് തീരദേശവാസികൾ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.